KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖലയെ തകർക്കാനിടവരുന്ന ഒരു നടപടിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഞങ്ങളുടെ 9,000-ലധികം സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന 1,00,000-ഓളം വരുന്ന യാത്രക്കാരിൽ ഏതാണ്ട് 70% വിദ്യാർത്ഥികൾ, 70% സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നാളെ മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാർ കയറാത്തൊരു സ്ഥിതി വരും. സംസ്ഥാനത്ത് സ്ത്രീ യാത്രക്കാർ കയറാത്ത സ്ഥിതി അവർ നേരെ KSRTCയിലേക്ക് മാത്രമായിട്ട് മാറാനുള്ള സ്ഥിതി ഉണ്ടായാൽ ഞങ്ങൾക്ക് ബസ്സുകൾ മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. കേവലം വിദ്യാർത്ഥികൾ മാത്രമായി സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാർ വിദ്യാർത്ഥികൾ മാത്രമായി മാറുന്നൊരു സ്ഥിതി ഉണ്ടാവും. ഇത്രയും കാലം ഞങ്ങൾ സർവീസ് നടത്തിയിരുന്നത് സർക്കാരിന് കഴിയാത്ത KSRTCക്ക് കഴിയാത്ത വലിയ സേവനമാണ് ഇവിടെ സ്വകാര്യ ബസ്സുകൾ ഇത്ര കാലം ചെയ്തു തന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളെ ഒരു സുപ്രഭാതത്തിൽ ഒരു സംരംഭകർ എന്ന് പോലും കാണാതെ ഇവിടെ സംരംഭകരെ സൃഷ്ടിക്കാനായിട്ട് സർക്കാരുകൾ മാറി മാറി മത്സരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെ മാതിരി ലക്ഷക്കണക്കിന് രൂപ മുതലിറക്കി ഒരു സംരംഭകൻ എന്ന നിലയിൽ ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളോട് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് വന്നാൽ ഇത് പൊതുഗതാഗതത്തെയാണ് ബാധിക്കുന്നത്. ഇത് ഞങ്ങളെ സ്വകാര്യ ബസ്സിലെ ഉടമകൾക്കുപരി ഇതിന് വലിയൊരു വിഭാഗം ആളുകൾ, തൊഴിലാളികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗം നടത്തുന്നുണ്ട്. അപ്പോൾ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ, ഇതിന് കൃത്യമായിട്ട് അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ വൃത്തിഹീനമായിട്ടുള്ള ബസ്സുകളായിട്ട് KSRTCയെ പോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള ബസ്സുകളുമായിട്ട് സർവീസ് നടത്തേണ്ട ഒരു സ്ഥിതിയാണ് ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇത്രയും കാലം ഈ നാട്ടിൽ സേവനം നടത്തിയിരുന്ന സ്വകാര്യ ബസ് ഉടമകളെ കൂടി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പാക്കേജ്, ഞങ്ങൾ വലിയ ഭീമമായ തുക ഞങ്ങൾ സർക്കാരിലേക്ക് നികുതി അടയ്ക്കുന്നവരാണ്. ഞങ്ങൾ 10,000 കണക്കിന് രൂപ ദിനം പ്രതി 10,000-ഓളം രൂപയ്ക്ക് ഡീസൽ അടിക്കുന്നവരാണ്. അതിൻ്റെ സെയിൽ ടാക്സ് ഇനത്തിൽ നിന്ന് സർക്കാരിന് 3,000-4,000 രൂപ ഒരു ദിവസം കിട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ ഒരു മേഖലയെ അപ്പാടെ തകർത്ത് ഇതിലെ തൊഴിലാളികളുടെ മുഴുവൻ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നടത്താൻ പോകുന്ന ഈ നടപടിക്ക് മുമ്പായി, സർക്കാർ ഇത് ഏറ്റെടുക്കുന്നതിന് മുമ്പായി ഞങ്ങളെ കൂടി സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾക്ക് സർക്കാരിനോട് അഭ്യർത്ഥനയുള്ള. ഞങ്ങളിതൊരു സമരത്തിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലൊക്കെ ഇത്തരം സൗജന്യ യാത്രാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ കേവലം 10-15% മാത്രമാണ് സ്വകാര്യ ബസ്സുകളുള്ളത്. നമ്മുടെ ഇവിടെ നേരം മറിച്ച അവിടെ ഈ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം കുറവാണെങ്കിൽ ഇവിടെ സ്വകാര്യ ബസ്സുകളാണ് ഇവിടുത്തെ പൊതുഗതാഗത മേഖല നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ നിലനിർത്തുന്നതിനാവശ്യമായൊരു പാക്കേജ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാനുള്ള നടപടി ഉണ്ടായിട്ട് മാത്രമേ ഇത് പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.